ഹായ് ഗൈസ്, ഇന്ന് ഡേറ്റ് 10/3/2026. കുറച്ച് ദിവസം മുന്നേ നമുക്ക് ICPയിൽ നിന്നൊരു അപ്ഡേറ്റ് കിട്ടിയിരുന്നു ഒഫീഷ്യലി. ഫെബ്രുവരി 28-ന് ശേഷം ഓവർസ്റ്റേയിൽ നിൽക്കുന്ന വിസിറ്റ് വിസ, അതേപോലെ തന്നെ റെസിഡന്റ് ക്യാൻസൽഡ് വിസ, ഓവർസ്റ്റേയിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് ചെക്ക് ചെയ്യുമ്പോൾ ഫൈൻ സിസ്റ്റത്തിൽ നിന്നും കാണിക്കുന്നില്ല. അതൊരു വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ന് മുതൽ ഫ്ലൈ ദുബായ് A2A സർവീസ്, അതായത് എയർപോർട്ട് ടു എയർപോർട്ട് വിസ ചേഞ്ച് സർവീസും, അതേപോലെ തന്നെ ഇവിടുന്ന് ബസ്സിന് പോയിട്ട് ഒമാനിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്ന വിസ സർവീസും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫ്ലൈറ്റുകളും നമുക്ക് നാട്ടിലേക്ക് ബാക്ക് ടു ഹോം കൺട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റിയും അവർ എണ്ണം ഗ്രാജുവലി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർവീസുകളെല്ലാം റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഫൈൻ ഓപ്ഷൻ എത്ര കാലം വരെ അല്ലെങ്കിൽ ഏത് ഡേറ്റ് വരെ കിട്ടും എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്കിത് ലീഗലൈസ് ചെയ്തിട്ട് വിസ റിന്യൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് എക്സിറ്റ് ആയിട്ട് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ വരാം. ഈ ഒരു ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യാന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനി ടൈം ഇത് ബാക്ക് ടു നോർമൽ ആയി കഴിഞ്ഞാൽ എനി ടൈം ഈ വേവ് സിസ്റ്റം അവർ സ്റ്റോപ്പ് ചെയ്യും. ആ സമയത്ത് എക്സിറ്റ് ആവാൻ നോക്കുമ്പോൾ ടിക്കറ്റ് പ്രൈസ് ഹെവി കൂടുതലായിരിക്കാം. അതേപോലെ തന്നെ A2A ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റിയും കുറവായിരിക്കും. അപ്പോൾ ആ റിസ്കിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ താങ്ക് യു.